ടെൻസ് എളുപ്പത്തിൽ പഠിക്കണോ? ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് അതിലേറെ എളുപ്പത്തിൽ പഠിക്കണോ? എങ്കിൽ ബേസ് അറിയണം. ബേസ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് ഗെറ്റ് യുവർ ബേസിക് സ്ട്രേറ്റ് സീരീസ് ചാപ്റ്റർ നമ്പർ 1 verb. verb എന്താണ്? അതിനു മുന്നേ ഞാനിപ്പോ എന്താ ചെയ്യുന്നത്? ഞാൻ സംസാരിക്കുകയാണ് പ്രവൃത്തി. verb is just an action word. verb is just an action word. പ്രവൃത്തിയെ കാണിക്കുന്ന പദത്തിനെ നമ്മൾ പറയും verb എന്ന്. ഇനി ഒരു ചോദ്യം, present, past, past participle എന്താണെന്നറിയോ? ഇവരെ നമുക്ക് വേറെ രീതിക്ക് അറിയാം. V1, V2, V3. V1, V2, V3. V1 എന്നാൽ present form, V2 എന്നാൽ past form, V3 എന്നാൽ past participle form. ഓക്കേ, ഞാൻ ചെയ്ത പ്രവൃത്തി talk, സംസാരിക്കുന്നു. talk, talked, talked. V1, V2, V3. ഇനി jump, jumped, jumped. ഈ പറഞ്ഞ രണ്ട് വെർബിലും ഒരു പ്രത്യേകതയുണ്ട്. V2, V3 യിലാണ് എൻഡ് ചെയ്യുന്നത്. talk, talked, talked, jump, jumped, jumped. ed അല്ലെങ്കിൽ d ഇതിൽ അവസാനിക്കുന്ന V2, V3 ഫോംസ് ഉള്ള verbsനെ നമ്മൾ പറയും regular verbs. എന്താണ് regular verbs? walk, walked, walked. climb, climbed, climbed. അപ്പോ റൈറ്റിന്റെ 3 ഫോംസ് എന്തായിരിക്കും? റൈറ്റ്, റൈറ്റഡ്, റൈറ്റഡ്. തെറ്റി. ചില വേർബ്സ് ഉണ്ട് അതിന്റെ V2, V3 കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് പറയും? ഇറഗുലർ വേർബ്സ്. അതായത് V2, V3 d അല്ലെങ്കിൽ ed യിൽ അവസാനിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, റൈറ്റ്, റൈറ്റ്, wrote, written. ഇനി see, saw, seen. break, broke, broken. come, came, come. ഇനി ഈസും ആമും ആറും, വാസും വേറും, ഹാസും ഹാവും ഹാഡും, can, could, may, might, shall, should, will, would. ഇവരും verbs ആണ്. എങ്ങനെയുള്ള verbs? helping verbs. അവർക്ക് വേറൊരു പേരുണ്ട്, auxiliary verbs. എന്താണ് auxiliary verbs? ഇനി am നമ്മൾ യൂസ് ചെയ്യുന്നത് ഐന്റെ കൂടെ മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഐയുടെ കൂടെ ഉപയോഗിക്കുന്നത് am മാത്രമാണ്. am വേറെ ആരുടെയും കൂടെ നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇനി സിംഗുലർ, പ്ലൂറൽ. സബ്ജക്ട് സിംഗുലർ പ്ലൂറലിനനുസരിച്ച് നമ്മൾ ഈ ഹെൽപ്പിംഗ് വേർബ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെ സിംഗുലർ പ്ലൂറൽ മനസ്സിലാക്കും? ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ടെക്സ്റ്റ് ബുക്കിൽ ഒന്നുമില്ല ആ ട്രിക്ക്. was, has, is, does ഈ വാക്കുകളിലൊക്കെ s ഉണ്ട്. സിംഗുലറിൽ s ഉണ്ട്. സബ്ജക്ട് സിംഗുലർ ആയാൽ നമ്മൾ എന്ത് ചെയ്യുക? s ഉള്ള ഈ ഓക്സിലറി വേർബ്സ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, he has written the letter. She was cooking the food. She is dancing well. സിംഗുലറിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഓക്സിലറി വെർബിൽ s ഉണ്ടോ എന്ന് നോക്കി യൂസ് ചെയ്താൽ മതി. ബാക്കി are, were, have ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലൂറലിന്റെ കൂടെയാണ്. ഇനി സിംഗുലറിന്റെ കൂടെയും പ്ലൂറലിന്റെ കൂടെയും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഓക്സിലറി വെർബാണ് had. എന്താണ് had? ഇപ്പൊ ഇത്രയും മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനൊരു ഇ-ബുക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. എന്റെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. യു കെൻ ഡൗൺലോഡ് ദ ഇ-ബുക്ക്. ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രാക്ടീസ് ചെയ്യാം. I hope this video was useful for you. Till we meet again. Bye.